നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ സുന്നത്തിന്റെ പാതയിലുള്ള സഞ്ചാരമാണ് നമുക്കുള്ളത്. അടുത്ത കാലത്ത് ചില അപശബ്ദങ്ങൾ നമ്മൾ കേട്ടു. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിൽ നിന്ന് അകന്ന ഒരു പ്രസ്താവനയും ഒരു പ്രവർത്തനവും നമ്മൾ കണ്ടു. ചിലർക്കൊക്കെ സംശയം, ആർക്കാണ് ഈ സമൂഹത്തിൽ ജിന്നിനെ വിളിച്ച് സഹായം തേടണമെന്ന പുത്തൻവാദമുള്ളത്? നിങ്ങൾ വെറുതെ പറയല്ലേ. നോക്കൂ, നിങ്ങൾ ആ നിലക്ക് കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നവർ, ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനം തെറ്റാണെന്ന് പറയുന്നവർ, പക്ഷേ പാമരരായ വിവരമില്ലാത്ത അറിവില്ലാത്ത സാധാരണക്കാരായ മുജാഹിദുകളിൽപ്പെട്ട ചിലർ അക്കൂട്ടത്തിൽ പെട്ടുപോവുകയും ഞങ്ങളൊന്നും ജിന്നിനെ വിളിച്ച് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല, ശിർക്കാണെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറയുകയും ആർക്കും അങ്ങനെ ഒരു വാദമില്ല എന്ന് ചിലയിടങ്ങളിൽ പ്രസംഗിച്ചു നടക്കുകയും പ്രവർത്തിക്കുകയും ചില ആളുകൾ. സഹോദരികളെ, അവരുടെ ശ്രദ്ധയിലേക്ക് മാത്രം ഒരൊറ്റ കാര്യം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെന്താ? മുമ്പ് തൗഹീദിലേക്ക് വന്ന് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷയുടെ ഒരു കപ്പൽ ഈ രാജ്യത്ത്, ഈ ലോകത്തെ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ പഠിക്കാനും തൗഹീദിലേക്ക് കടന്നു വന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രക്ഷയുടെ കപ്പലിൽ പ്രവേശിക്കാൻ മകന് ഭാഗ്യം സിദ്ധിക്കാത്ത കഥ വിശദീകരിച്ച് ജിന്ന വിഭാഗത്തിലെ ഒരാൾ ജാഫർ സാദിഖ് എന്ന് പറയുന്ന വ്യക്തി ഒരു വിവർത്തന ഗ്രന്ഥം രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ അകത്ത് ഷിർക്കിന്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ, ഷിർക്കിന് ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ ചിലത് മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതുണ്ട്. ഷിർക്ക് ചെയ്യുന്നവൻ അതിൽ തന്നെ ഉറച്ചു നിന്ന് പശ്ചാത്തപിക്കാതെ മരിച്ചു പോവുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കും. എന്നിട്ട് ഏതാണ് ഷിർക്കിന്റെ ഇനം അത് വിശദീകരിക്കുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, നേർച്ച വഴിപാടുകൾ നേരുക, കബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കുക. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം, എന്താ? ജിന്നുകളോടും പിശാചുക്കളോടും സഹായം തേടുക, മരിച്ചവരെ ഭയപ്പെടുക. പിശാചിനോ ജിന്നിനോ നമുക്ക് രോഗം നൽകുവാനോ രോഗം ശഫിയാക്കുവാനോ കഴിയുമെന്ന് വിശ്വസിക്കുക, അതിനു വേണ്ടി ആവശ്യപ്പെടുക തുടങ്ങിയതെല്ലാം തന്നെ ഈ ഇനത്തിൽ പെടുന്നതാണ്, ഷിർക്കിന്റെ ഇനാണ്. എപ്പോ 2012 പുത്തൻ തൗഹീദ് വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഷിർക്കിന്റെ ഇനമാണ്. പക്ഷേ പുതിയ പുസ്തകം ഇറക്കിയപ്പോ ഷിർക്കിന്റെ ഇനങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുന്ന മുജാഹിദിന് മുമ്പിൽ മൗലവിമാര് പ്രസംഗിക്കുന്നത്, മൗലവിമാർ എഴുതുന്നത്, അവരവരുടെ പേനയുന്തുന്നത് ഷിർക്കിന്റെ ഇനങ്ങളിൽ ജിന്നിനോടുള്ള സഹായതേട്ടം ഞങ്ങൾ പിൻവലിക്കുകയാണ്. അതാരാ പിൻവലിച്ചത്? എവിടെയാണ് പിൻവലിച്ചത്? രക്ഷയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ നോക്കൂ നിങ്ങൾ, സയ്യിദ് ജാഫർ സാദിഖ് ഇതേ പുസ്തകത്തിന്റെ വിവർത്തനം ഷിർക്കിന്റെ ഇനങ്ങൾ പരിചയപ്പെടുത്തിയപ്പോ അവിടെ നമുക്ക് കാണാം ജിന്നിനോടുള്ള സഹായാഭ്യർത്ഥന പതുക്കെ പിൻവലിക്കുകയാണ്. എന്താ ഉള്ളത്? ഷിർക്കിന് ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ ചിലത് മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതുണ്ട്. ഷിർക്ക് ചെയ്യുന്നവൻ അതിൽ തന്നെ ഉറച്ചു നിന്ന് പശ്ചാത്തപിക്കാതെ മരിച്ചു പോവുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കും. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ, ഖബറുകൾക്കും ജിന്നുകൾക്കും മറ്റും നൽകുന്നതായ നേർച്ചകൾ, ബലികൾ, മരിച്ചു പോയവരും ജിന്നു പിശാചുക്കളും തങ്ങൾക്ക് ഉപദ്രവമോ രോഗമോ ഉണ്ടാക്കുമെന്ന ഉൾപേടി. ജിന്നിനോടുള്ള സഹായത്തേട്ടമെന്ന വാക്ക് എന്തുകൊണ്ട് അവിടുന്ന് എടുത്തു കളഞ്ഞു വന്നത്? കേരളത്തിലെ മുജാഹിദുകൾ ഈ കൂട്ടരോട് ചോദിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് ഈ ലോകത്തോട് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്.